അതൊന്നുമില്ല. അപ്പൊ ഖുതുബ മലയാളത്തിൽ ഓതുന്ന വഹാബികളെ പള്ളിയിൽ ജുമാക്ക് പോകാമോ? ഒരിക്കലും പാടില്ല. ജുമാ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇബാദത്താണ്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആഴ്ചയിൽ നടക്കുന്ന ഒരു ദുആ, ഒരു സംഗതിയാണ് ജുമാ നിസ്കാരം. ആ ജുമാ നിസ്കാരം നബിയും സ്വഹാബത്ത് നിസ്കരിച്ചത് അറബി, ഖുതുബ ഓതിയത് അറബി ഭാഷയിലാണ്. പരമ്പരാഗതമായി സ്വഹാബത്തും താബീങ്ങളും താബീങ്ങളും എല്ലാവരും അറബി ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ ഖുതുബ നിർവഹിച്ചതായി എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് അറബിയിൽ തന്നെ ഓതണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് അറബി അല്ലാത്ത തുളു ഭാഷയിലോ കൊങ്കണി ഭാഷയിലോ കന്നഡത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലത്തെ ഭാഷയിൽ നടക്കുന്ന ഖുതുബ നടക്കുന്ന പള്ളിയിലേക്ക് ഒരിക്കലും ജുമാക്ക് പോകരുത്. നിങ്ങളുടെ ജുമാ നിസ്കാരം സ്വഹീഹാവൂല. ഒന്ന്. രണ്ടാമത് ബിദഅത്തുകാരുമായുള്ള അവരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതും അവരെ കൂടെ നിസ്കരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചതാണ്, പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ ജുമുഅ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. നാളെ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഖേദിക്കേണ്ടി വരും ജുമുഅ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും.